गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। പുതിയ ഒരു ശാസ്ത്രം പഠിക്കുകയാണ്. നാരദീയ ഭക്തി സൂത്രങ്ങൾ. ഭക്തി എന്താണെന്ന് നാരദരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് സാധാരണയുള്ള ഭക്തി, നാട്ടുനടപ്പ് ഭക്തി ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ച് അതിൽ നിന്ന് മറ്റതും ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യേണ ഈശ്വരാന്വേഷണം ചെയ്യരുത് എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യേണ ഈശ്വരാന്വേഷണം ചെയ്താൽ നമ്മൾ നാരദര് പറയുന്ന ഭക്തിയിലേക്കല്ല എത്തിച്ചേരുക, പിന്നെന്തായിരിക്കും, മറ്റ് പലതരത്തിലും വഴി മാറിപ്പോവാം. ഈശ്വരാന്വേഷണം ഒരിക്കലും അവനവന്റെ സ്വാതന്ത്ര്യത്തിൽ ചെയ്യരുത്, അവനവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചെയ്യും. ആചാര്യന്റെ സഹായത്തോടു കൂടി വേണം ചെയ്യാൻ എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അതിവിടെ ശരിക്കും കാണാൻ പറ്റും നാരദരുടെ ജീവിതത്തിൽ ഒക്കെ. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ആചാര്യവാൻ പുരുഷോ വേദ. ആചാര്യനുള്ളവൻ വേദത്തെ അറിയുന്നു. ആചാര്യനൊരാളാണ് വേദത്തെ അറിയുന്നത്. അപ്പോൾ വേദതത്വങ്ങളെ അറിയണമെങ്കിൽ ആചാര്യൻ വേണമെന്നിരിക്കെ ആചാര്യനില്ലാത്തവരും വേദത്തിൽ വളരെ അഗ്രഗണ്യന്മാരായവരുണ്ടായിരുന്നല്ലോ. ശരിക്കും നാരദരെ പോലും നോക്കുന്ന സമയത്ത് പ്രത്യക്ഷമായിട്ട് ഒരു ഗുരുനാഥനെ നമുക്ക് കാണാൻ പറ്റില്ല. ആദ്യം സംഗതി പറയാൻ പറ്റും, സനൽകുമാരനിൽ നിന്നും ഒക്കെ പഠിച്ചു എന്നും ഒക്കെ പറയാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് തന്നെ അവിടെ ഭക്തനായിരുന്നു ആര്? നാരദര്. അമ്മയുടെ കൂടെ വേലപ്പണി എടുത്ത് കഴിഞ്ഞുകൂടുമ്പോൾ, അമ്മ വേലക്കാരി ആയതുകൊണ്ട് മകനും അമ്മയെ സഹായിക്കുകയായിരുന്നു. അങ്ങനെ സഹായിക്കുന്നതിനിടയ്ക്ക് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി വന്ന ബ്രാഹ്മണന്മാരെ സേവിക്കാൻ വേണ്ടി ഈ കുട്ടിക്ക് അവസരം ലഭിക്കുന്നു. അങ്ങനെ വളരെയധികം ഗ്രഹണധാരണാശക്തിയോടൊത്ത ആ ബാലൻ അവരിൽ നിന്ന് അവരെ പരിചരിക്കുന്നതോടുകൂടി ഉള്ള സംഭാഷണത്തിൽ നിന്നും മറ്റും ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഈ സേവനം എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായി ചെയ്യുന്ന കുട്ടിയെ കണ്ടപ്പോൾ അവർ ഉപദേശിക്കുകയും ചെയ്തു. പരസ്പരം എന്ന് പറയുമ്പോൾ ഇയാൾ ചെയ്യേണ്ടത് ഇയാൾ ചെയ്യുമ്പോൾ ലഭിക്കേണ്ടത് ലഭിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചാതുർമാസ്യ വ്രതം കഴിഞ്ഞു പോകുന്ന സമയത്ത് അനുഗ്രഹിച്ചു പോവുകയും ചെയ്തു. പിന്നെ അമ്മയുടെ മരണം, പാമ്പ് കടിച്ചുള്ള മരണം. പാമ്പ് കടിച്ച് മരിച്ചപ്പോൾ എന്തായി? വളരെ നന്നായി എന്ന് വിചാരിച്ച് ഈ ഒരു സന്ദർഭത്തെ തീർത്തും ഉപയോഗിച്ച് കാട്ടിലേക്ക് പോവുകയും പരിവ്രജനത്തിന് വേണ്ടി പോവുകയും, നമ്മൾ ചിന്തിക്കേണ്ടത് പരിത്യജ്യ സർവം വ്രജതി ഇതി പരിവ്രാജകം.
സർവ ഏഷണകളെയും ഉപേക്ഷിച്ച് ഏഷണാത്യാഗം ചെയ്ത് പോകുന്നതിൻ്റെ സ്ഥൂലമായ ഭാവമാണ് ഏത്? ആ പോക്ക്. ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ഥൂലമായ ഭാവമാണ്. കാഷായം ധരിക്കുക എന്നുള്ളതും തലമുണ്ടനം ചെയ്യുക എന്നുള്ളതും അഗ്നി ക്രിയകൾ ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞയും ഇതൊക്കെ സന്യാസിയുടെ ലക്ഷണമല്ല. മറിച്ച് എന്താണ്? ഇത് വേണ്ടേ, ഇത് വേണം, അതൊക്കെ ഒരു സമ്പ്രദായത്തിന് വേണ്ടിയാണ്. ഇതുകൊണ്ട് ആരും സന്യാസിയാവില്ല. പിന്നെ എന്താണ് സന്യാസം? അത് ഏഷണാത്യാഗമാണ്, ആന്തരികമായതാണ്. അത് ഏതൊരാൾക്കും എവിടെ ഇരുന്നു കൊണ്ടും എപ്പോഴും ആവുകയും ചെയ്യാം. അപ്പൊ സന്യാസത്തിന്റെ ബാഹ്യമായ ഒരു സ്ഥൂലമായ ഭാവമാണ് ഏത്? നമ്മൾ ഈ കാണുന്ന സന്യാസം എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങുകളെല്ലാം. മനസ്സിലാവുന്നല്ലോ. അതേപോലെ ഒരു ഭക്തൻ എന്ന് പറയുന്ന സമയത്ത് ആ ഭക്തന്റെ ഭാവം എന്നുള്ളത് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുമ്പോൾ ഭക്തന് ചില നിയമങ്ങളൊക്കെ വേണം. ശരിയാണ്. ഭസ്മൊക്കെ ധരിക്കണം, ത്രിപുണ്ഡ്രം ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഭക്തനാവുന്നൊന്നുമില്ല. എന്നാൽ അല്ലെങ്കിൽ ശബരിമലയ്ക്കൊക്കെ പോകുന്ന സമയത്ത് കറുപ്പ് വസ്ത്രം എടുത്തിട്ടുണ്ട്. ചില കാലത്ത് എല്ലാ കൊല്ലം 18 കൊല്ലമായി ശബരിമലയ്ക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ഭക്തിയുടെ എന്താണ്? ബാഹ്യ ലക്ഷണമാണ്. ഭക്തന്റെ ഭക്തിയുടെ ചില ലിംഗങ്ങളാണ്. ലിംഗം എന്ന് പറയുമ്പോൾ ലിംഗ്യതയെ സൂചിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഈ സൂചനയെ പിൻപറ്റി ചിന്തിക്കുന്ന സമയത്ത് അയാൾ ഭക്തനാണോ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള ഭക്തിയെക്കുറിച്ച് എന്തിനാണ് നമ്മൾ നോക്കുന്നത്? ഇവിടെ നാരദര് ഒരു പ്രത്യേകത. നാരദര് മറ്റുള്ളവരെ നോക്കാനല്ല പോയത്. മറ്റുള്ള ഭക്തന്മാരെ എങ്ങനെയുള്ളവരാണെന്ന് നോക്കാനല്ല പോയത്. മറ്റുള്ള ഭക്തന്മാരെ നോക്കുന്നില്ല എന്നർത്ഥമില്ല, നോക്കിയിട്ട് എന്താണ് ഭക്തി എന്ന് ഒരു നിരീക്ഷണത്തിൽ ഏർപ്പെടുക. ആ ഭക്തി ഒന്ന് പരീക്ഷിക്കണം, അല്ലാതെ പ്രായോഗികമല്ലാത്ത ഭക്തി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്ന് മനസ്സിലായി. കാരണം ഇതേപോലുള്ള ഒരു ഭക്തനെ അദ്ദേഹം തിരഞ്ഞിട്ട് എവിടെയും കണ്ടില്ല. ലോകർക്ക് ഗുണമില്ലാത്ത ശാസ്ത്രം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് അദ്ദേഹം ചിന്തിക്കുക. ഏത് വലിയ ശാസ്ത്രമാണെങ്കിലും എത്ര ശ്രേഷ്ഠമാണെന്ന് ആര് പറഞ്ഞാൽ, ഏത് പണ്ഡിതൻ പറഞ്ഞാൽ അത് സാധാരണ ജനങ്ങൾക്ക് ഗുണകരമല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രത്യേകിച്ച് ആർക്കും പ്രയോജനം കാണുന്നില്ല, അദ്ദേഹം നോക്കിയിട്ട് കാണുന്നില്ല. ഇങ്ങനെയുള്ള ഭക്തന്മാരെ കാണാനില്ല. നാരദര് വിചാരിച്ച ഭക്തി എന്താണ് ശരിയായ ഭക്തി എന്ന് ചിന്തിച്ചപ്പോൾ ആ ഭക്തിയെ കാണുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നാരദർക്ക് ഒരു പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറാവണം. അപ്പോഴാണ് നമ്മള് പൗരാണികനായ ദേവേന്ദ്രൻ, ഉപനിഷത്തിലെ ദേവേന്ദ്രൻ പറയുന്നത്, ഹിരണ്യകശിപുവിന്റെ ഭാര്യയെ, ഹിരണ്യകശിപു തപസ്സിന് പോയ സമയത്ത്, ഹിരണ്യകശിപു തപസ്സിന് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായ കയാധുവിനെ ദേവേന്ദ്രൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം കണ്ടപ്പോ രക്ഷിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി താൻ ചിന്തിച്ച, താൻ ഉറപ്പിച്ച ഭക്തി, ശരിയായ ഭക്തി പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആരോട്? ഈ അമ്മയോട്, കയാധുവിനോട്. പക്ഷെ അത് പ്രയോജനപ്പെട്ടത് ഗർഭസ്ഥ ശിശുവിനാണ്. ഗർഭത്തിൽ കിടന്ന ശിശുവിനാണ് അത് പ്രയോജനപ്പെട്ടത്. പ്രയോജനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ച് ഇനി ആയിരിക്കാം ഉപദേശിച്ചത്. അങ്ങനെ ആ പ്രഹ്ലാദനാൽ ഭക്തിയുടെ തത്വത്തെ ലോകത്ത്
ഇന്ന് ആര് നോക്കിക്കഴിഞ്ഞാലും ആദ്യം ചിന്തിക്കേണ്ട പ്രഹ്ലാദന്റെ ഭക്തിയെക്കുറിച്ച്. അങ്ങനെ ഒരു ഭക്തോത്തമനായ പ്രഹ്ലാദന് സൃഷ്ടിക്കാൻ ആർക്ക് കഴിഞ്ഞു? നാരദർക്ക് കഴിഞ്ഞു. അതിൽ പറയുന്ന ഭക്തി ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് നവധാഭക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭക്തി മാത്രം മതി. ഏത്? പക്ഷെ ആ ഭക്തി എങ്ങനെ വേണം? എങ്ങനെയാണത് ശ്രവിക്കേണ്ടത്? എങ്ങനെയാണത് കീർത്തനം ചെയ്യേണ്ടത്? ഇത് അവിടെ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. മറിച്ച് അതിന്റെ സംക്ഷിപ്ത വിവരം സൂത്രരൂപത്തിലായി കഴിഞ്ഞാൽ, ഏറ്റവും ചുരുക്കി ഉപദേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓർക്കാൻ എളുപ്പമുണ്ടാകുമെന്ന് വിചാരിച്ചാണ് അത് സൂത്രരൂപത്തിൽ ആക്കിയതിനെ വിശദീകരിക്കുകയാണ് ആര്? തൻ്റെ ശിഷ്യനായ പ്രഹ്ലാദൻ ചെയ്യുന്നത്. വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഭാഗവതത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാ കാണാൻ പറ്റും. ഭാഗവതത്തിലെ ഭക്തിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്: ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അങ്ങനെയുള്ള ആ ഭക്തി. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ചില കാലത്ത്, ചില ദേശത്ത്, ചില വ്യക്തികളെ കാണുന്ന സമയത്ത് ഒക്കെ ഉണ്ടാവുന്ന ഭക്തിയായിട്ട് പരമാർത്ഥത്തിൽ നാരദർ പറയുന്നില്ല. എന്നാൽ അതൊക്കെ ഭക്തിയെ ജനിപ്പിക്കാൻ കാരണമാകുമെങ്കിൽ, കാരണം നിന്ദിക്കുന്നില്ല, പക്ഷെ അത് ഭക്തിയല്ല. എവിടെ വരെ എത്തും? അതൊക്കെ അങ്ങനെ അന്വേഷിച്ച് താൻ ആരാണ് എന്ന് അന്വേഷിക്കുമ്പോൾ തന്നിലുള്ള ദേവനെ അറിയാതെ മറ്റ് ഏത് ദേവനെ അറിഞ്ഞിട്ടും പ്രയോജനം ഇല്ല എന്നുള്ള ആ വേദാന്തിയുടെ തലത്തിലേക്ക് അത് എത്തിച്ചേരും. നമ്മൾ ആയിരക്കണക്കിന് ദേവന്മാരെ പൂജിച്ച് സമയം കളയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ആദ്യം അറിയേണ്ടത് ആരെയാ? എന്നിൽ ഞാനായി പ്രകാശിക്കുന്ന ആ ദേവനെയാണ്. സത്യത്. അതാ. അത് അറിയണമെങ്കിൽ എന്ത് വേണം? അറിയണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അപ്പോൾ ജ്ഞാനവും ഭക്തിയും രണ്ടല്ല എന്ന് വന്നു. അങ്ങനെ പോയിട്ട് ഭക്തന്റെ പൂജ എന്തെന്ന് ചിന്തിക്കുന്ന സമയത്ത് കർമ്മവും വേറെ അല്ല എന്ന് വരും. കർമ്മം എന്ന് പറയുമ്പോൾ സത്കർമ്മങ്ങളെ മാത്രമേ കർമ്മം എന്ന് ആചാര്യൻ പറയുന്നുള്ളൂ. ഇല്ലാത്തതൊക്കെ അകർമ്മമോ അകർമ്മമോ വികർമ്മമോ ആണ്. അതുകൊണ്ട് കർമ്മം എന്ന് പറയുമ്പോൾ തന്നെ അത് ഈശ്വര പൂജയാണ്. ഈശ്വര പൂജയ്ക്കാണ്, ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യപ്പെടുന്നതിനാണ് ശരിക്ക് കർമ്മം എന്ന് പറയുക. അപ്പൊ ചോദ്യം, യോഗ എന്ന് പറഞ്ഞൂടെ? അത് പിന്നെ ശരിക്ക് കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജ്ഞാനമെന്നും ജ്ഞാനയോഗമെന്നും ഭക്തിയോഗമെന്നും കർമ്മയോഗമെന്നും വേർതിരിക്കുന്നത് ആരാ? വേർതിരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നാരദ ഭക്തി സൂത്രങ്ങളിൽ പറയുന്നത് ഭക്തിക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് സാമാന്യ ജനങ്ങൾ കേട്ടാൽ എന്ത് വിചാരിക്കും? ഇപ്പൊ നാരദരും പറഞ്ഞില്ലേ ഭക്തിക്കാണ്, മറ്റേതിനേക്കാളും കേമം ഏതിനാണ്? ഭക്തിക്കാണെന്ന് പറയും. വേണമെങ്കിൽ പാടും ചെയ്യുന്നത് കലികാലെ മുക്തി നൽകാൻ, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ പാട്ടൊക്കെ ഉണ്ട്. ബാക്കി ഒന്നുകൊണ്ടും കഴിയില്ല, കലികാലത്ത് മുക്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തി ഒന്ന് മാത്രം മതി. ജ്ഞാനവും കർമ്മവും യോജിക്കുന്നത് അത് വേറെയല്ല. കാരണം ഇതെല്ലാം കൂടി സമന്വയിക്കപ്പെട്ടതാണ് ശരിക്ക് ഭക്തി എന്ന് കാണാൻ പറ്റും. ഇല്ലാത്ത ഒരാൾക്ക് നാരദര് പറയുന്ന ഭക്തിയുടെ തലത്തിലേക്ക് ഉയരാൻ കഴിയില്ല. ഇവിടെ ചിന്തിക്കേണ്ട സർവശാസ്ത്ര സാരമാണ് നാരദര് ഉപദേശിക്കുന്ന ഈ സൂത്രങ്ങൾ. സർവശാസ്ത്ര സാരം. എന്തിനേറെ സാധു അസ്മിൻ പരമപ്രേമ രൂപ എന്നുള്ളത് തന്നെ പല ആചാര്യന്മാരും അത് പല വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്വസ്മിൻ എന്നും അസ്മിൻ എന്നും ഒക്കെ. അത് ഓരോരുത്തരുടെ ദൃഷ്ടി അനുസരിച്ച് ഓരോരുത്തർക്ക് വ്യാഖ്യാനിക്കാം. എങ്കിലും നാരദരെ ചിന്തിച്ചു. നാരദരാരാണ്? നാരദര് എന്ന് പറയുമ്പോൾ തന്നെ, നാരദൻ എന്ന് പറയുമ്പോൾ തന്നെ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നാരദരാരാണ്.
ആരാ? നാരം ദദാതി അല്ലേ? ഇതി നാരദൻ. നാരം എന്നുള്ളതിന് നരന്മാരുടെ കൂട്ടം എന്നർത്ഥമുണ്ട്. നാരം എന്നുള്ളതിന് കാരണജലം എന്നർത്ഥമുണ്ട്. നാരം എന്നുള്ളതിന് ആത്മജ്ഞാനം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ആത്മജ്ഞാനത്തിലേക്ക് ഗതി നൽകുന്ന ആളാണ്, ഒരു മഹാത്മാവാണ് ആര്? നാരദര്. അത് വിതരണം ചെയ്യാം. ആത്മജ്ഞാനത്തിന് വേണ്ടി നമ്മെ മാർഗം കാണിച്ചു തരുന്ന, നമ്മെ നയിക്കുന്ന ആചാര്യനാണ് ആര്? നാരദൻ. കാരണജലത്തിൽ അനന്തശായി ആയിരിക്കുന്നവൻ എന്ന നാരദർക്ക് പേര് നൽകുന്ന സമയത്ത് അവിടെ നമ്മൾ വിഷ്ണു എന്നോ അല്ലെങ്കിൽ ശിവനെന്നോ ഒക്കെ പറയുന്ന അത് തന്നെയാണ്, ശിവൻ തന്നെയാണ് ആര്? ഗുരുവും, ഗുരു തന്നെയാണ് ശിവനും എന്ന് അർത്ഥം വരും. അല്ലെങ്കിൽ വിഷ്ണു ഏതോ ആയിക്കോട്ടെ. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് വിഷ്ണു എന്ന് പറയുന്ന സമയത്ത് ശംഖ് ചക്ര ഗദാപത്മങ്ങളോടുകൂടി ഇരിക്കുന്ന രൂപം അല്ല. പിന്നെന്താ ചിന്തിക്കേണ്ടത്? വേവേസ്തി സർവമിതം വിഷ്ണു, സർവ്വജന്തുക്കളിലും ജീവരൂപേണ അനുപ്രവേശിച്ചിരിക്കുന്നവന്റെ പേരാണ് വിഷ്ണു എന്നപ്പെടുന്നത്. വൈകുണ്ഠവാസി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ വൈകുണ്ഠം എന്നുള്ളത് എന്താണ്? ദുഃഖമില്ലാത്ത സ്ഥാനം എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കുഴപ്പം വരും. എന്താ? ആ പരമമായ തലത്തെ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അതേപോലെ തന്നെ നാരദര് ചിന്തിക്കുന്ന ഭക്തിശാസ്ത്രങ്ങളിൽ ബ്രഹ്മാവ് വേദാന്ത തലത്തിൽ പറയുന്ന സമയത്ത് ആ ബ്രഹ്മാവിനെ തന്നെയാണ് ഹിരണ്യഗർഭൻ എന്നും മൂലപ്രകൃതി എന്നും സൂത്രാത്മാവ് എന്നും പല പേരുകളിൽ വിളിക്കുന്നത്. എന്തൊക്കെയാ? നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നതിനെ ഉപനിഷത് ഭാഷയിൽ സൂത്രാത്മാവ് എന്ന് വിളിക്കും, ഹിരണ്യഗർഭൻ എന്ന് വിളിക്കും. ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആ തത്വം അതിനെ തന്നെ സമഷ്ടി പ്രാണൻ എന്ന് വിളിക്കും. സമഷ്ടി പ്രാണൻ. അവിടെ പ്രാണൻ എന്ന് പറയുമ്പോൾ ഉപനിഷത്തിന്റെ ഭാഷ നോക്കിയാൽ ചേഷ്ടകളെ ചെയ്യിക്കുന്നത് എന്നാണ് പ്രാണശബ്ദത്തിനർത്ഥം. പ്രാണി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണൻ യസ്യ അസ്തി ഇതി പ്രാണി. യാതൊരാൾക്ക് പ്രാണൻ ഉണ്ടോ അയാളാണ് പ്രാണി. അല്ലാതെ ട്യൂബ്ലൈറ്റിന്റെ അടുത്ത് പാറി പറിക്കുന്ന ആ കീടങ്ങളെ അല്ല ശാസ്ത്രം പറഞ്ഞ പ്രാണി. പ്രാണി എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യന്മാരെ എടുത്താൽ പോരാ, മനുഷ്യന്മാരും പ്രാണുള്ളതാണല്ലോ. എന്നാൽ സൂര്യചന്ദ്രന്മാരും അഗ്നിയും ജലവും എല്ലാം എന്താണ് ഇവിടെ പ്രാണശബ്ദത്താൽ അർത്ഥമാക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ശ്രുതിവാക്യമുണ്ട്, ശ്രുതി പ്രമാണമുണ്ട്. അതെങ്ങനെയാ? അവനെ ഭയപ്പെട്ടിട്ടാണ് കാറ്റ് വീശുന്നത്, അവനെ ഭയപ്പെട്ടിട്ടാണ് മഴ പെയ്യുന്നത്, അവനെ ഭയപ്പെട്ടിട്ടാണ് അഗ്നി തപിക്കുന്നത്, അവനെ ഭയപ്പെട്ടിട്ടാണ് വെള്ളത്തിന് ശീതളിമയുള്ളത്. ഇങ്ങനെ സൂത്രാത്മാവ് എന്ന അർത്ഥം ചിന്തിക്കുന്ന സമയത്ത് പ്രാണൻ എന്ന് പറയുമ്പോൾ സമഷ്ടി പ്രാണനെ അപേക്ഷിച്ചിട്ടാണ് സമഷ്ടി പ്രാണനെ അപേക്ഷിച്ചിട്ടാണ് ബാക്കി നമ്മുടെ ശരീരത്തിലുള്ളതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ സമഷ്ടി പ്രാണനും നമ്മളുമായിട്ട് ബന്ധമുണ്ട്. അന്തരീക്ഷം എന്ന് പറയുന്ന സമയത്ത് ആ അന്തരീക്ഷവും നമ്മുടെ സമാനനുമായി ബന്ധമുണ്ട്. സമാന പ്രാണനും, സമാനം അറിയാലോ, സമാന പ്രാണനും അതേപോലെ തന്നെ അന്തരീക്ഷം, അന്തരീക്ഷേ അന്തരീക്ഷം, നടുക്ക് വസിക്കുന്നത്, നടുക്ക് കഴിയുന്നത്. ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഉള്ള അതിനെ നമ്മുടെ സമാന വായുവായിട്ട് ചെയ്യും. ഭൂമി അഭിമാനിയായ ദേവതയുടെ അനുഗ്രഹഫലമായിട്ടാണ് എവിടെ അപാനവായുവിന്റെ പ്രവർത്തനം. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വിരാട് രൂപ വർണ്ണന ആരാണ് ഈശ്വരൻ? ഇതൊന്ന് ഉള്ളിൽ ചിന്തിക്കാൻ കഴിയണം. ആദ്യതലത്തിൽ നമുക്ക് കഴിയില്ല. ക്രമേണ ശരിക്കൊരു ഭക്തൻ, നാരദർ പറയുന്ന ഭക്തനാവുമ്പോഴേക്ക് എന്തായി തീരും? അവിടെ ഓടക്കുഴലൂരിയ കൃഷ്ണൻ പോയി,
കാല് പണച്ചു വെച്ച കൃഷ്ണൻ പോയി, ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞില്ല. നാരദർ ഒന്നിനെയും നിന്ദിക്കുന്നില്ല. നാരദർ ഒന്നിനെയും നിന്ദിക്കുന്നില്ല. സീസണൽ ഭക്തിക്കാരെയും നിന്ദിക്കുന്നില്ല. മനസ്സിലായി? കാലദേശ വ്യക്തി പരിമിതിയിൽ ഒതുങ്ങുന്ന ഭക്തന്മാരെ ഒന്നിനെയും നാരദർ നിന്ദിക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഭക്തനെ ക്രമികമായി ഉയർത്തി ഏതുവരെ ഉയർത്തും? തന്നിൽ താനായി നിലകൊള്ളുന്ന ആ സച്ചിദാനന്ദ സ്വരൂപനെ മനസ്സിലാക്കിയിരിക്കും. അപ്പോ ആ ഭക്തന്റെ ആനന്ദം, അതിനെ ഉപമിക്കാൻ വാക്കുകളില്ല. അവിടെ നാരദര് പറയും, അവിടെ ഭക്തി എന്നുള്ളത് അമൃത സ്വരൂപമാണെന്നൊക്കെ. മനസ്സിലായല്ലോ? ആ അനുഭവത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള വാക്കിനെ ദ്യോതിപ്പിക്കാനായിക്കൊണ്ട് നാരദര് പറയും, സ്വാനുഭവത്തിൽ നിന്നുണ്ടായ ആ എന്താ പറയുക, മൂകാസ്വാദനവത് എന്നുള്ള വാക്യത്തെ ഉപയോഗിക്കും, സൂത്രത്തെ ഉപയോഗിക്കും. മൂകന്റെ ആസ്വാദനം പോലെ ഒരാൾക്കും ഒരനുഭവത്തെയും പറഞ്ഞു മനസ്സിലാക്കിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുള്ള ഒരു ത്വര ഒരു വ്യക്തിയിലുണ്ട്. ഏതൊരു അനുഭവത്തെ ആയാലും മറ്റൊരാൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞു കൊടുക്കണമെന്നുള്ള ഒരാൾക്ക് അയാൾ വളരെയധികം വാക്കുശലനാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കഴിവുള്ള വാക്സാമർത്ഥ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾ മിണ്ടാൻ വയ്യാത്തവനെ പോലെ എന്താവുന്നു ആവുന്നു എന്നുള്ള അതിനെ പറഞ്ഞു തരും. അപ്പൊ അതെന്തായിരിക്കാം? ശരിക്കും നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? സച്ചിദാനന്ദം ആണ് എന്ന് പറയും. സത്ത് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താ സത്ത്? അമൃത സ്വരൂപം. എന്തുകൊണ്ട്? നമ്മളൊക്കെ മരണധർമ്മത്തോടൊത്തിരിക്കുന്നതാണ്. മരണഭയത്തിൽ നിന്ന് മോചിതരായവർ ആണ് സത് സ്വരൂപം. സത്തിനെ അറിയാം. സത് കാരണമായ, സത് വിഷയകമായ പ്രശ്നമാണ് ഇത് മരണഭയം. ക്ലേശമാണ് മരണഭയം. സത് വിഷയകമാണത്, അല്ലേ? സത്ത് പോവോ എന്നുള്ള പേടിയല്ലേ? അതുകൊണ്ട് ഒരാള് ആ ഭക്തനായി കഴിഞ്ഞാൽ, ഏത് ഭക്തൻ? നാരദര് ഉപദേശിക്കുന്ന ഭക്തനായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ മരണഭയമില്ല. അല്ലാതെ മരണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥൂലമായ ശരീരത്തിന് നാശമില്ല എന്ന് മനസ്സിലാക്കരുത്. അയാൾക്ക് മരണഭയമില്ല. ചിത്താണ് എന്നുള്ളത് ചിത് ഭാവത്തോട് കൂടിയെന്ന്, ചിത്തുമായി സംബന്ധമുള്ള ഭാവമാണ് ഇത്. ഞാൻ അറിവുള്ളവനാണ് അഥവാ ഞാൻ അറിവില്ലാത്തവനാണ് എന്നുള്ള ഭാവം. അതുകൊണ്ട് എനിക്ക് കുറെ അറിയാനുണ്ട്, കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഞാൻ അറിവില്ലാത്തവനാണ്. എനിക്ക് കുറെ പുസ്തകങ്ങളൊക്കെ പഠിച്ച് കുറെയൊക്കെ കേട്ട് ഇനി എനിക്ക് അറിവുണ്ടാവണം, എന്നാൽ എനിക്ക് സമാധാനാവും, ശാന്തിയാവും, എന്റെ ക്ലേശങ്ങളില്ലാതാവും. അറിവല്ലേ ക്ഷേമം? ജ്ഞാനമേവതു കൈവല്യം എന്നൊക്കെയല്ലേ ശ്രുതി പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അറിവാണ് ജീവിതത്തിൽ നേടേണ്ടത്. വേണ്ടെന്ന് പറഞ്ഞില്ല, അറിവ് വളരെ ക്ഷേമമാണ്. പക്ഷെ ഈ അറിവ് എന്നുള്ളത് ചിത് ഭാവത്തിന്റെ പ്രതിഫലനമായിട്ടാണ്. ചിത് സംബന്ധിയായിരിക്കുന്ന വിഷയമാണ് അറിവ്. അപ്പോൾ അറിവ് എന്നുള്ള അതിൻ്റെതായ ക്ലേശങ്ങൾ ഇല്ലാതാകും. ഏത്? സത്തും ചിത്തുമാണ് ഞാനെന്നറിയുന്നതോടുകൂടി. ആനന്ദം എന്നുള്ളത് ആനന്ദ വിഷയകമായ ദുഃഖങ്ങൾക്കൊക്കെ കാരണം എന്താണ്? ഞാൻ പൂർണ്ണനല്ല എന്നുള്ള തോന്നലാണ്. അതായത് ഞാൻ ദുഃഖിയാണ് എന്നർത്ഥം. നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെ അടിസ്ഥാനം എന്തിനു വേണ്ടിയാ? ലോകത്തിനെ നന്നാക്കാനാ? പിന്നെ എന്തിനാ? അവനവന് സുഖത്തിന് വേണ്ടിയാ. അവനവന് സുഖത്തിന് വേണ്ടിയാ ഓരോരുത്തരും പ്രയത്നിക്കുന്നത്. അപ്പൊ താൻ തന്നെ സുഖസ്വരൂപമാണെന്നിരിക്കെ വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു വരുന്ന ആനന്ദമാണ് ആനന്ദം എന്നുള്ള ധാരണയിൽ, അപൂർണതാബോധത്തിൽ നിന്ന് അത് ആ വസ്തു ലഭിച്ചാൽ ഞാൻ പൂർണ്ണനാകും. അപ്പോൾ ഞാൻ ഇപ്പോൾ അപൂർണനാണ്. ഈ അപൂർണതാഭ്രമത്തിൽ നിന്നാണ് ഏത്? നമ്മൾ പൂർണ്ണതയെ അന്വേഷിച്ച് പോകുന്നത്. അതുകൊണ്ട് ആനന്ദ വിഷയമായിരിക്കുന്ന ക്ലേശങ്ങൾ
ഉള്ള ഒരാൾക്ക് ഭക്തനാവാൻ പറ്റില്ല, അയാൾ ഭക്തനല്ല. ഇവിടെ നാരദര് പറയുന്ന ഭക്തി ഏതാണ്? അയാളെ സംബന്ധിച്ച് അയാൾ തന്നെയാണ് ആനന്ദ സ്വരൂപൻ. അയാൾക്കിനി ആനന്ദം പുറമെ നിന്ന് നേടണ്ട. വിഷയങ്ങളിലേക്കുള്ള പരക്കം പാച്ചുകൾ നിന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം അയാള് ലോകത്തെ ഒന്നും കാണുന്നില്ല എന്നല്ല, ലോകത്തെ മറ്റുള്ളവർ കാണുന്നതിലധികം അയാൾ കാണുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ? വിദ്യയേക്കാൾ അധികമോ അല്ലെങ്കിൽ സമാനമായെങ്കിലും അയാൾ അവിദ്യയെ അറിയുന്ന ആളാണ്, വിദ്വാനാണ്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ അയാൾ അറിവുള്ളവനാണ്. അതുകൊണ്ട് അയാൾ ഈ ലോകത്തെ ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. പിന്നെ എന്ത് വേണം? അതിക്രമിച്ച് കാണുന്ന ആളാണ്. നമ്മളൊക്കെ ആൾക്കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് കാണുമ്പോൾ അയാൾ വിട്ടുനിന്ന് കാണുന്നുണ്ട് എല്ലാം. നല്ലൊരു കാഴ്ചയല്ലേ അത്? അപ്പൊ ഒരു ഭക്തന്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എപ്പോഴും വിലയിരുത്തുന്നുണ്ട്. ആരെ? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, പോകുന്ന വസ്തുവിൽ എന്നെ സുഖിപ്പിക്കാനുള്ള എന്തുണ്ട്, അല്ലെങ്കിൽ എന്നെ ദുഃഖിപ്പിക്കാനുള്ളത് എന്തുണ്ട്. രണ്ടും അപൂർണതാബോധത്തിൽ നിന്നുണ്ടാവുന്നത്. ധർമ്മവിഷയം, അത് ധർമ്മശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് പറയുമ്പോൾ ഒരാള് ക്ഷേത്രത്തിലേക്ക് പോകുന്നതും ധർമ്മശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് പറയുമ്പോൾ ഒരാൾ വിദേശ മദ്യ ഷോപ്പിലേക്ക് പോകുന്നതും രണ്ടും അപൂർണതാബോധത്തിൽ നിന്നാണ്. മാറ്റല്ല. ഒരാള് എന്ത് ചീത്ത പ്രവൃത്തികൾ എന്ന് നമ്മൾ പറയും, ചീത്ത പ്രവൃത്തിയും നല്ല പ്രവൃത്തിയും ധർമ്മശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് നോക്കുമ്പോഴേ ഉള്ളൂ. അല്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നല്ലതും ചീത്ത എന്ന് പറയാം? നല്ലതെന്നോ ചീത്തയെന്നോ രണ്ട് വ്യവഹാരവും ഏതിനാണ്? ധർമ്മശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച്. അത് വേണം താനും. ചീത്തയെ ഇല്ലാതാക്കാൻ നല്ലത് ചെയ്യണം. നല്ലത് ശേഷിക്കുന്ന കാലത്തോളം സംതൃപ്തി ഉണ്ടാവുന്നില്ല. അധർമ്മത്തെ നീക്കാൻ ധർമ്മം വേണം. അധർമ്മത്തെ നീക്കിയ ധർമ്മം കൊണ്ട് ഇനി ആ ധർമ്മത്തെയും പരിത്യജിക്കണം തന്നെയല്ലേ പറഞ്ഞത്? മുള്ള് കുത്തിയതെടുക്കാൻ മറ്റൊരു മുള്ള് ഉപയോഗിക്കുന്നു. ഇനി ആ മുള്ളും കൂടി മാറ്റണം. പാത്രം കഴുകാൻ ചളി ഉപയോഗിച്ചു, വെണ്ണീരോ അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പു ചവറകളോ ഉപയോഗിച്ച് എന്തെങ്കിലും അല്ലേ, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? പാത്രം കഴുകി. ഇനി എന്ത് വേണം? കഴുകിയിട്ട് അത് വെള്ളം ഉപയോഗിച്ച് അതും കൂടി കഴുകി കളഞ്ഞാലേ ഏത് പാത്രം വൃത്തിയാവും. സോപ്പാകുന്ന ചളി ഉപയോഗിച്ച് വസ്ത്രം അല്ലേ, വസ്ത്രത്തിൽ ചളിയുണ്ട്, അത് നീക്കാൻ വേണ്ടി സോപ്പാകുന്ന അഴുക്ക് ഉപയോഗിച്ചു. സോപ്പ് അഴുക്കല്ലേ? ശരിക്ക് സോപ്പ് നല്ലോണം പതപ്പിച്ചിട്ട് അതേപോലെ ഉണക്കി അങ്ങനെ ഉണ്ടാവും. ആദ്യത്തേലേറെ വികൃതമാവും. ഇനി അത് വെള്ളം ഉപയോഗിച്ച് എന്ത് വേണം? ഇതും കഴുകിക്കളയണം. ഇതുപോലെ ധർമ്മശാസ്ത്രങ്ങൾ നല്ലതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയെ നന്നാക്കിയെടുക്കാൻ, ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും എന്തിനു വേണ്ടിയാണ്? ചീത്തതിലേക്ക് നിന്ന് നമ്മെ നല്ലതിലേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ ചോദ്യം, ആര് പ്രേരിപ്പിച്ചിട്ടാ ചീത്തയിലേക്ക് പോണത്? നല്ലതിലേക്കാണ് പോയിക്കൂടെ? ഇല്ല. ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു റോസാപ്പൂ വസ്ത്രത്തിൽ ഉടക്കിയാൽ അതിന്റെ വാസന ഒപ്പം പോരുന്നില്ല. വഴിയിൽ മലമാണ് കിടക്കുന്നതെങ്കിൽ വസ്ത്രം ഉടക്കിയാൽ പോരില്ലേ? അപ്പൊ ലോകത്തെപ്പോഴും ചീത്തയാണ് ഏത് വരുന്നത് എന്നുള്ളത് കൊണ്ട് നല്ലതിലേക്ക് പ്രേരിപ്പിക്കാനായിക്കൊണ്ട് നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് മാർഗദർശികളായി നിലനിന്നിട്ടുണ്ട്. അവരൊക്കെ ചൂണ്ടുപലകയായി നമുക്ക് നിന്നിട്ടുണ്ട്. എന്തിന്? ഇങ്ങോട്ട് പോവോ. അവിടെ ഈശ്വര ദർശനം സാധ്യമാവും വിചാരിച്ചിട്ടല്ല. പിന്നെന്താ? ചീത്ത ഇതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്നും ചെയ്യാതിരിക്കാൻ ആർക്കും കഴിയില്ല. ആർക്ക് കഴിയും? അങ്ങനെയുള്ള ഒരാള് മഹാത്മാവാണ്, അയാളെ നമസ്കരിക്കണം എന്നാണ് മനസ്സിലായില്ല. അന്ധക്കരണ വൃത്തികളെ പോലും ഒന്നിലേക്ക് പോവാതെ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ യാതൊരാൾക്ക് കഴിയുമോ? പുറമെ ബാഹ്യകരണങ്ങൾ പ്രവർത്തിക്കാതിരുന്നേക്കാം, പക്ഷെ അന്ധകരണം പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? മനസ്സ്, ബുദ്ധി, അത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് എണീറ്റ് പോകണം, അല്ലെങ്കിൽ എത്ര സമയമായി എന്നൊക്കെ ചിന്തിക്കണം. ഇങ്ങനെ പലവിധ ചിന്തകളുടെ കോടിക്കണക്കിന് പ്രത്യയങ്ങളുടെ പ്രവാഹം തന്നെയാണ് ഉള്ളിലുള്ളത്.
ഇതിനെയൊക്കെ അടക്കിയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ കഴിയുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് ധർമ്മമില്ലോട്ട് അധർമ്മമില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. അല്ലാത്തവരെ ഒക്കെ സംബന്ധിച്ച്, ബഹുഭൂരിപക്ഷം പേരെ സംബന്ധിച്ച് എന്താണ്, ലോക സാമാന്യത്തെ ചിന്തിച്ചാൽ അവർക്ക് എന്ത് വേണം, കർമ്മം ചെയ്യണത് തന്നെ വേണം. കർമ്മം ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ഏത് കർമ്മമാണ് ചെയ്യുക, നല്ലതിലേറെ അയാൾ ചെയ്യാൻ ചീത്തയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് അയാളെ ഉപദേശിക്കണം. എന്തിന്? നല്ലതിലേക്ക് പ്രേരിപ്പിക്കണം. അല്ലാതെ മറ്റയാളോട് ഉപദേശം വേണ്ട. അപ്പൊ നല്ലതിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ അയാൾ ആരായി തീരും, ചീത്തത് ചെയ്യാതാകും. അമ്പലത്തിലേക്ക് പോവാൻ കുട്ടിയോട് അമ്മ പറഞ്ഞില്ലെങ്കിൽ കുട്ടി എവിടേക്കും പോവാതിരിക്കാൻ കുട്ടിക്ക് പറ്റില്ല. കുട്ടി പോകുന്നത് ചിലപ്പോൾ വാലത്തിന്റെ മോളിക്കോ ചിലപ്പോൾ അതിന്റെ അടിയിലോ പിറ്റേന്ന് ചെല്ലുമ്പോ കുപ്പികളോ ഒക്കെ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായില്ല. അതുകൊണ്ട് നല്ലതിലേക്ക് പ്രേരിപ്പിക്കണം, അല്ലെങ്കിൽ നല്ലതിലേക്ക് നയിക്കണം. ആര്? ആചാര്യന്മാര്. ആരാണ് ആചാര്യൻ? ആദ്യത്തെ ആചാര്യൻ. ആ ആചാര്യൻ നയിച്ചില്ലെങ്കിൽ പിന്നെ വലിയ ആചാര്യനെ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദം. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകനോട് പറഞ്ഞു, നിങ്ങളല്ല എൻ്റെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്, നല്ലതിലേക്ക് പ്രേരിപ്പിക്കേണ്ടത്. ഇല്ല, നിങ്ങളെടുത്തുനിന്നാ എൻ്റെ അടുത്ത് വന്നത്, നിങ്ങൾ പഠിപ്പിച്ചതിന്റെ ബാക്കിയേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിൽ കുട്ടിയെ നല്ലതിലേക്ക് പ്രേരിപ്പിച്ച്, അല്ലേ, കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ ഭക്ഷണം കൊടുത്ത് കാക്കയും പൂച്ചയും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ല, ആർക്കും കൊടുക്കാതെ ഒരു ഭൂതബലി നടത്താതെ താൻ തന്നെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കണ്ട. മറിച്ച് എല്ലാ തൻ്റെ സഹയജ്ഞന്മാരാണ് ചുറ്റുപാടുള്ളത്. പട്ടിക്കും പൂച്ചയ്ക്കും മറ്റ് ജീവികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവരുടെയൊക്കെ സ്വാധീനം എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് അവയെയും സ്വാധീനിക്കുന്നുണ്ട്, ഒരു പുൽക്കൊടി പോലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ബോധം ആദ്യം പഠിക്കേണ്ടത് അമ്മയിൽ നിന്നാണ്. പുസ്തകമല്ല, പ്രവൃത്തിയിലൂടെ, ഉപദേശങ്ങളിലൂടെയല്ല, ആചരണങ്ങളിലൂടെ. ഭക്ഷണം കൊടുക്കുന്ന സമയത്തായിരിക്കും. അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടീനെ ആ സമയത്ത് ഒരു മരക്കുറ്റി കണ്ട് അത് പ്രേതമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ജീവിതകാലം മുഴുവൻ അവന് ഭീരുവാക്കി തീർക്കുന്നതിലേറെ ക്രമേണ എന്ത് ചെയ്യുന്നു, അത് ഒരു വെളിച്ചടിച്ച് പോയി നോക്കിയിട്ട് അത് മരക്കുറ്റിയാണ് അല്ലെങ്കിൽ വാഴയുടെ ഇലയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ അജ്ഞാനത്തിൽ, അന്ധകാരത്തിൽ, ആ അവ്യക്തമായതിൽ ഭയം ജനിപ്പിക്കാതെ അമ്മ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ പിന്നെ അവൻ ജീവിതത്തിൽ ഭീരുവാവില്ലായിരുന്നു. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിലും അമ്മയാകുന്ന ആചാര്യൻ പഠിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അപ്പൊ ശരിക്കും ഭക്തൻ എന്ന് പറഞ്ഞാൽ അയാൾ ഏത് സമയവും അമ്പലത്തിൽ പോയിരിക്കുന്ന ഭക്തനാണെന്ന് നാരദര് പറയുന്നത് നമുക്ക് നോക്കാൻ പറ്റില്ല, പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയില്ല, പ്രയാസമാണത്. കാരണം അങ്ങനെയാണെങ്കിൽ അമ്പലപ്രാവുകളാവുക നല്ലത്, അല്ലേ? അല്ലെങ്കിൽ കുറെ ഭസ്മം പൂശിയത് കൊണ്ട് ഭക്തനാവുമെന്ന് പറയുകയായിരുന്നെങ്കിൽ വെണ്ണീറ്റുകുഴി കിടക്കുന്ന ജീവിയായതുണ്ട്. ഇപ്പൊ അതില്ല, അല്ലേ? പണ്ടൊക്കെ വെണ്ണീറ്റുകുഴി കിടക്കുന്ന ജീവിയിലായിരുന്നു. ഇപ്പൊ വെണ്ണീറും കുഴി ഇല്ലല്ലോ, അതുകൊണ്ട് അതിന് കിടക്കാൻ നിർത്തിയില്ല. അതിന്റെ അർത്ഥം ഇതൊന്നും വേണ്ടെന്നല്ല, ഒന്നിനെ നിന്ദിക്കുന്നില്ല നാരദര്. ഇതൊക്കെ ചില ചിഹ്നങ്ങളാണ്. ചിഹ്നം മാത്രം ധരിച്ചുകൊണ്ട് പ്രയോജനമില്ല. അതിൽ അധികം ഏത് വേണം? ആന്തരികമായി ആവണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരാള് ഭക്തൻ, ഇപ്പൊ ശബരിമലയ്ക്ക് മാലിട്ട സമയത്ത് ഒരാൾ പറയും ശബരിമലയ്ക്ക് മാലിട്ടു, അയാൾ പോവുകയാണ്, എത്ര ദിവസം കൊണ്ട്? 4 ദിവസം കൊണ്ട്. 4 ദിവസം കൊണ്ട്, 5 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ടൊക്കെ അയാൾ പോയിട്ട് വന്നു. ആരാ അയാൾക്ക് മാതൃക? നാരദരോ? ഇല്ല, അയാൾ അങ്ങേയറ്റം നാരദനെ നിന്ദിക്കുകയായിരിക്കും. ഭക്തിയുടെ ആചാര്യനാണ് നാരദൻ. നാരദ പരിവ്രാജകോപനിഷത്ത് എന്നൊരു ഉപനിഷത്ത് നാരദരുടെ പേരിലുണ്ട്. ഭക്തിശാസ്ത്രത്തിൽ ആചാര്യനാണ് അയാൾ. ആര്? നാരദര്. അപ്പൊ ആചാര്യൻ എന്തെയാണ് ചെയ്യുന്നത്? പൊതുവെ എന്ത് മാലട്ട ആൾ കൂടി പറയുന്നുണ്ടാവും നാരദൻ ഏഷണിക്കാരനാണെന്ന്. മലയാളിയുടെ നാരദർ ഏഷണിക്കാരനാണ്. എന്തിനേറെ ഏഷണകളെ ഇല്ലാതാക്കുന്ന ആചാര്യനെ. ഏഷണ എന്ന് പറഞ്ഞതാണ് ലോകേഷണ, വിത്തേഷണ, പുത്രേഷണ. ഈ 3 ഏഷണകളിൽ ഇതെല്ലാം പെടുത്തി കഴിഞ്ഞു.
പുത്രേഷണ എന്നുള്ളതിൽ ഭാര്യയും മക്കളും ഒക്കെ പെട്ടു. അതിൻ്റെ അർത്ഥം ഭാര്യ വേണ്ട മക്കൾ വേണ്ട എന്നല്ല. പക്ഷേ ഈ ഏഷണ എന്നുള്ളത് അഭിഷംഗം എന്ന് പറയുന്നത് എന്താ? ഒട്ടിച്ചേർച്ച, ഇഴുകിച്ചേർച്ച. ഇത് എല്ലാ കാലത്തും ഉണ്ടാവും എന്നുള്ളത് തോന്നൽ. അതാണ് ഇത് അഭിഷംഗം. കാരണം എന്നും ഇതൊക്കെ ഉണ്ടാവും. ചിലർ പറയാറെന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളോട് അമ്മ പറയും, മോനെ ഒന്നും പേടിക്കണ്ട, മോനെന്നും അമ്മ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറയലൊക്കെ നിർത്തിയിട്ടുണ്ട്. മുമ്പൊക്കെ പറയുന്നു അല്ലേ? ഒരു 6 മാസത്തേക്കൊക്കെ അല്ലേ? ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ നിനക്ക്, കാരണം നീ പൂർണ്ണനല്ലേ. ഇപ്പൊ ഞാൻ എന്നെ ലഭിച്ചോട് കൂടിയിട്ട് നീ ആരായി? നീ ഒന്നും ഭയപ്പെടണ്ട, ഞാനില്ലേ എപ്പോഴും കാത്തു രക്ഷിക്കാം. പറയുന്ന ആൾക്ക് അറിയോ അറിയില്ല, കേൾക്കുന്ന ആൾക്ക് അത്രേ അറിയില്ല. എന്തായാലും നാരദ ഭക്തി സൂത്രങ്ങൾ പഠിച്ചാൽ അറിയും എനിക്ക് ഞാൻ തന്നെയുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തം കാലം നിൽക്കണം. ഇല്ല ഈ പറയണതൊക്കെ തന്നെ തൽക്കാലം കുറച്ച് ദിവസമേ പറയുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ല? ഇനി ഭക്തി എന്ന് പറയുന്ന സമയത്ത് നാരദര് പറയുന്ന ഭക്തി പരമപ്രേമ രൂപ എന്നാണ്. എന്താ ഈ പരമപ്രേമം? എന്താ? ആരോടാണ് നമുക്കൊക്കെ പ്രേമം? ആരോടാ? ചിലർക്ക് ശിവനോട് പരമപ്രേമം, ചിലർക്ക് വിഷ്ണുവിനോട് പരമപ്രേമം, ചിലർക്ക് കൃഷ്ണനോട് പരമപ്രേമം, ചിലർക്ക് ദേവീനോട് പരമപ്രേമം, ചിലർക്ക് കുട്ടിച്ചാത്തനോട് പരമപ്രേമം, ചിലർക്ക് മുത്തപ്പനോട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ലേ? ഇങ്ങനെ പല ആരെങ്കിലും പ്രേമിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും തൻ്റെ പ്രേമഭാജനമായിട്ട് ഇല്ലേ? പക്ഷേ അവിടെ ചിന്തിക്കേണ്ടത്, ഭാര്യയോട് പ്രേമം എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിനോട് പ്രേമം എന്ന് പറയണ്ടെങ്കിൽ, കുട്ടിയോട് പ്രേമം എന്ന് പറയണ്ടെങ്കിൽ, ആ പ്രേമത്തിന് ആസ്പദമായത് എന്താണോ അത് നശ്വരമാണോ അതോ അനശ്വരമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരെയാ പ്രേമിച്ചത്? വിവേകാനന്ദ സ്വാമികൾ വരെ ഇല്ലേ? വിവേകാനന്ദ സ്വാമികൾക്ക് വരെ കാമുകിണ്ടായിരുന്നതാണ്. എന്താ? പക്ഷെ വിവേകാനന്ദ സ്വാമി പറയുന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. എന്ത്? ഞാൻ എന്തിനെയാണ് കാമിച്ചത്? തൊലിപ്പുറമേ ആയിരുന്നില്ല. ആണെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. പ്രിയമായത് നിന്നെ കരയിക്കും. ഉറപ്പാണ്, വേദവാക്യം. വേണമെങ്കിൽ നമ്മൾ ചൊല്ലും, ഗുരുവിനായി മംഗളം, ഗുണത്തിനായി മംഗളം ഒക്കെ ചൊല്ലും. പക്ഷെ എന്തിനെയാണ് നമ്മൾ പ്രേമിച്ചത്? അത് പുറമെയാണോ? അവിടെ ഒരു പരിധിയില്ല, ഒരു പരിമിതിയില്ല. അങ്ങനെയുള്ള ആ പരമപ്രേമം ആരെ പ്രേമിക്കാൻ കൊള്ളൂ? അത് ഭഗവാനെ മാത്രം. മനസ്സിലായില്ല? എന്താ? ഭഗവാനാണ് സുന്ദരനും സുന്ദരി. സുന്ദരേശൻ ശിവനാണ്, കർപ്പൂരവർണ്ണനാണ്. കരിമേഘം പോലെ കറുപ്പനാണ് കൃഷ്ണൻ. അപ്പൊ ഈ കാണുന്ന വർണ്ണത്തിലൊന്നുമല്ല. പിന്നെ എവിടെയാ സൗന്ദര്യയിരിക്കുന്നത്? എവിടെയാ? അകത്താണ്. അകത്തെന്ന് പറയുമ്പോൾ അതിസൂക്ഷ്മമായി പോണം. ഭഗവാൻ അല്ലാതെ എവിടെയില്ല, ഭഗവാൻ അല്ലാതെ ഇന്നില്ല. എവിടെ നോക്കിയാലും ഭഗവാനെയാണ് ഞാൻ ദർശിക്കുന്നത്. സർവധാ സർവഭാവേന ഭഗവാനേവ ഭജനീയ. എന്ത് കാണുമ്പോഴും അതിൽ ഭഗവാന്റെ വിലാസമാണ് ഞാൻ കാണുന്നത്. പക്ഷെ അവിടെ നാരദഭക്തി സൂത്രങ്ങൾ പറയും, ഇത് മൊത്തം ചിന്തിക്കുന്നത് നാരദഭക്തി സൂത്രങ്ങളിൽ പറയും, അവിടെ ആഹാരശുദ്ധിയിലൂടെ കൂടി മാത്രമേ ഭക്തനാവാൻ പറ്റൂ. ഭക്തനെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കുറച്ച് ദിവസം കൊണ്ട് പോയി വരാം, എന്നിട്ട് പിന്നെ അതിൻ്റെ ഇരട്ടി കഴിക്കാം, അതുകൊണ്ട് ഭക്തനാവില്ല. ആഹാരം ശുദ്ധമായാലേ ഒരു ഭക്തൻ രൂപപ്പെടും. കാരണം കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മവശമാണത്. അതിൻ്റെ അർത്ഥം നല്ലോണം ഇറച്ചിക്കോഴി അടിച്ച് കഴിയുന്ന ആൾ ഭക്തനാണെന്ന് പറഞ്ഞാൽ കോഴിയെ കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ ഭഗവത് വിഭൂതിയെ അല്ല അയാൾ കാണുക. പിന്നെന്താ കാണുക? എന്തൊരു വിഭൂതിയാ ഭഗവാന്റെ അല്ലേ? വിശേഷേണ ഭൂതി, ഭഗവാന്റെ ഐശ്വര്യം, അതിന്റെ തൂവലുകളുടെ കളറ്, ആ ഭഗവാൻ അത് കൊടുത്തിന് വിരിച്ചിരിക്കുന്നത് കണ്ടു. നോക്കൂ, നേരത്തെ നമ്മൾ കണ്ട സമഷ്ടി പ്രാണനിൽ നിന്ന് വന്ന് ഒരു വ്യക്തിയിലേക്ക് ഒരു ജീവിയിലേക്ക് നമ്മൾ വരുമ്പോഴും ഇതിനെല്ലാം അതിൻ്റെതായ ഭാവം കൊടുത്ത് അതിനെ ഇങ്ങനെ എൻ്റെ മുന്നിൽ ആക്കി വെച്ചിരിക്കുന്നത് ആരാണ്? ആ കൈകളൊന്ന് ഓർത്താൽ പിന്നെ ആർക്കാ ഞാൻ ചെയ്യുന്ന പൂജകൾ? അവിടെ ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ എന്നുള്ള വിഗ്രഹം,
ഭർത്താവാകുന്ന പൂജകൻ ഭാര്യയാകുന്ന വിഗ്രഹത്തിൽ ചെയ്യപ്പെടുന്ന അർച്ചനകൾ എന്ത്? ഭാര്യ എന്നുള്ള പൂജക ഭർത്താവാകുന്ന വിഗ്രഹത്തിൽ ചെയ്യുന്നത് എന്ത്? കുട്ടിയാകുന്ന വിഗ്രഹത്തിൽ അമ്മയാകുന്ന പൂജകൻ ചെയ്യുന്ന പൂജ എന്ത്? ഇങ്ങനെ എല്ലാ മേഖലയിലും ചിന്തിച്ചു നോക്കും. പൂജയല്ലാത്തതൊന്നുമില്ല. എന്താ? അതെല്ലാം പൂജയായി. ഇതൊക്കെ ഭഗവാനാണ് എൻ്റെ മുന്നിൽ ഇതായി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സഹസ്രനാമം എല്ലാം നമ്മൾ ഒക്കെ എല്ലാം ഇത് തന്നെ പറയണത്. ഭർത്ത, ഭോക്ത, മഹേശ്വര, ആ മഹേശ്വരൻ തന്നെയല്ലേ ഇതൊക്കെ. സർവശാസ്ത്രങ്ങളും ഈ നാരദരുടെ, ഈ ആത്മജ്ഞാനിയുടെ ആത്മജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഭക്തിയാണെന്ന് കാണാൻ പറ്റും. മനസ്സിലായോ? ഏത്? നമ്മളെ ആത്മജ്ഞാനികളാക്കി തീർക്കുന്നതാണ് ഭക്തി. നാരം ദദാതി, ആത്മജ്ഞാനം വിതരണം ചെയ്യുന്നവൻ, ആത്മജ്ഞാനത്തിലേക്ക് ഗതി നൽകുന്നവൻ എന്ന അർത്ഥത്തെ സാധൂകരിക്കുന്നതായിരിക്കും നാരദരുടെ ഭക്തി. അല്ലാത്തത് ഭക്തിയല്ല. തീർത്തും മനുഷ്യത്വത്തിൽ നിന്ന് തീർത്തും അധപ്പതിപ്പിക്കുന്ന, തീർത്തും താഴോട്ട് കൊണ്ടുപോകുന്ന, അതിന് ഭക്തി എന്ന് പറയില്ല. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇന്നുള്ള ഈ പുറത്ത് തൊലി കൊളുത്തിട്ട് വലിച്ച് വലിയൊരു ഗണ്ടും വലി കൊണ്ടു നടക്കുന്നത് കാണാം തമിഴ്നാട്ടിൽ പോയാൽ. അതെയോ? എന്ന് നിരോധിക്കണം അതൊക്കെ? അത് ഭക്തിയുടെ പേരിലാവരുത്. അങ്ങനെയാണെങ്കിൽ കോമരത്തിന്റെ അങ്ങനെയല്ലേ? എന്നാ പിന്നെ അറിയാൻ വേണ്ടി ഭക്തിയുടെ പേരിൽ ഇതൊക്കെ ചെയ്യാം. എന്താ? അങ്ങനെയാണെങ്കിൽ കോമരം മഞ്ഞപ്പൊടി ഇടുന്നതോ അത് ഭക്തിയുടെ പേരിൽ വേണം. ഉത്തമാംഗം വെട്ടി പൊളിക്കണം. എന്നാൽ അത് മാറിപ്പോവില്ലേ? അത് നഷ്ടപ്പെട്ടു പോവില്ലേ? മദ്യോ അതും തോക്കും. ചെറുനാരങ്ങ ശൂലം കുത്തിക്കയറ്റിയിട്ട് ചെറുനാരങ്ങ ഇട്ടിട്ട് അത് ഭക്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭക്തിശാസ്ത്രങ്ങൾ മുഴുവൻ നമ്മൾ തിരിച്ചു മാറ്റേണ്ടി വരും. നാരദരുടെ ഭക്തിസൂത്രം മാറ്റിയിട്ട് അല്ലേ കോഴിക്കളിയാട്ടം ആക്കിക്കേണ്ടി വരും. അതുകൊണ്ടായിരുന്നല്ലോ ഇപ്പൊ അടുത്ത്. അത് നഷ്ടപ്പെടുകയെ. ഒരു പീഡയുറുമ്പിനും നൽകുകയില്ലെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് ദുഃഖത്തിനായി തീരണം എന്നല്ല പറഞ്ഞത്, സുഖത്തിനായി തീരണം എന്നാണ്. എവിടെ നോക്കിയാൽ തദർപ്പിൽ അഖിലാചാരത തദ് വിസ്മരണേ പരമ വ്യാകുലതാച്ച ഇതി എന്ന് നാരദ ഭക്തിസൂത്രങ്ങള്. അപ്പൊ നമുക്ക് ദുഃഖമില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ളവരെ ദുഃഖിപ്പിക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കണം. തൻ്റെ ശരീരം എന്നുള്ളത് തന്നെ എന്താണ്? ആ ശരീരത്തെ താൻ വിഷമിപ്പിച്ചുകൊണ്ട് ഏകാദശിയാദി വ്രതങ്ങൾ എടുത്താൽ പോലും അത് ഭക്തിയാവില്ല. പുഴുക്കടിച്ച് കൂടുന്നവരാണ് അധികമുള്ളത്. ജീവിതത്തിൽ പുഴുക്കടിയിട്ട് തീരുമില്ല. പ്രഭാഷണങ്ങൾക്കൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏകാദശിക്കൊക്കെ പോയി ഏകാദശിക്ക് പ്രഭാഷണമൊക്കെ ഉണ്ടാവും. പോയി കഴിഞ്ഞാൽ അവിടെ വലിയ ഇതിലൊക്കെ നിർവചിക്കും. ഇത് ഏകാദശ്യായാം ഭോജനദ്വയം കർത്തവ്യം ദിനെ ഹരികീർത്തനം രാത്രോ ജാഗരിതം ച. അത് കഴിഞ്ഞ് വന്നാൽ പുഴുക്ക് കഴിക്കണ്ടേ? ഏകാദശിക്ക് ഭോ അല്ലയോ ജനങ്ങളെ ദ്വയം കർത്തവ്യം, രണ്ട് കർത്തവ്യങ്ങളുണ്ട്. ദിനെ ഹരികീർത്തനം രാത്രോ ജാഗരിതം ച. പകല് ഈശ്വരനാമങ്ങളെ ജപിക്കുകയും രാത്രിയിൽ എന്ത് വേണം? ഉറക്കമൊഴിക്കലും. എങ്ങനെ? സിനിമ കണ്ടിട്ടല്ല, സീരിയൽ കണ്ടിട്ടല്ല. എന്താ പിന്നെന്താ? ആദ്യം പറഞ്ഞ പണി എടുത്തിട്ട് ഉറക്കൊഴിക്കണം എന്നാവുന്നത്. ജാഗരിതം ച ഉണ്ട് അവിടെ. ഉറക്കമൊഴിക്കലും എന്നാവുന്നത്. ഇനി പിറ്റേന്ന് എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണെങ്കിൽ നീരാഹാരമാകാം, കരിക്കം വെള്ളമായാൽ നല്ലത്. ഇനി പിറ്റേന്ന് അത്രയും വയ്യെങ്കിലോ കഞ്ഞിയായ നല്ലതല്ലേ? എന്താ ആ കഞ്ഞിയല്ലേ ഉള്ളത് എന്ന് പറയുമ്പോൾ അപ്പോഴും അത്രയും ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് പോവില്ലല്ലോ. ഏകാദശേന്ദ്രിയങ്ങളെ ഉൾവലിക്കുന്നു പറയുകയും ചെയ്യും. ഏകാദശേന്ദ്രിയങ്ങളെ അതിന് അപ്പുറത്തുണ്ടെങ്കിലും വേണമെങ്കിൽ പോവുകയും. കാരണം അന്നൊരു സ്പെഷ്യൽ ഭക്ഷണം. ഇന്ന് അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏത്? അപ്പോഴേക്കും എന്തായി? മനസ്സ് പോയില്ലേ? കഴിക്കുന്ന സമയത്ത് കൈ പ്രവർത്തിച്ചില്ലേ?
പാണീന്ദ്രിയം പ്രവർത്തിച്ചില്ലേ? നാവ് വെള്ളം വന്നില്ലേ? ഉൾക്കെന്ന് പറഞ്ഞപ്പോഴേക്ക് അപ്പോഴേക്ക് അത് പ്രവർത്തിച്ചില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നാവിൽ രണ്ടാൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, രുചി അറിയാനുള്ളതും അല്ലേ, രസനയും ജിഹ്വയും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നു, കേൾക്കുമ്പോൾ തന്നെ ഒരു രസം ഉണ്ടാവണില്ലേ? ഇങ്ങനെ മൂക്ക് പ്രവർത്തിക്കണില്ലേ? കണ്ണ് പ്രവർത്തിക്കണില്ലേ? ഇങ്ങനെ ചിന്തിച്ചാൽ ഏത് ഇന്ദ്രിയ അപ്പൊ പ്രവർത്തിക്കാത്തത്? പേരെന്താ? ഏകാദശി. ചെവി, കണ്ണും നാക്കും മൂക്കും തൊക്കും വാക്കും പാണി പാദം വായു ഉപസ്ഥം പ്ലസ് മനസ്സും ഏകാദശേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള പരിശ്രമമാണ് പേരിൽ. 10 ദിവസം തോന്നിയോണം ഭക്ഷണം അടിച്ചു കയറ്റിയവനോടാ 11ാമത്തെ ഏകാദശി എടുക്കാൻ പറഞ്ഞത്. നിത്യവും പകുതി കട്ടിയുള്ള ആഹാരവും അതിൽ പകുതിയിൽ പകുതി വെള്ളവും പകുതി വായു സഞ്ചാരത്തിനും നീക്കിവെച്ച ആളെ സംബന്ധിച്ച് ഏകാദശി നോക്കേണ്ട ആവശ്യമില്ല. ഒരു വ്രതത്തിൽ മറ്റൊരു വ്രതത്തിന്റെ ആവശ്യമില്ല. ഏത് ഇപ്പൊ ശബരിമലയ്ക്ക് വ്രതം എടുക്കുന്ന സമയത്ത് ഗുരുവായൂർ ഏകാദശി നോക്കുന്നവരൊക്കെ ഉണ്ട്. അതോ എടുക്കില്ല, ഇപ്പൊ ഇത് എടുക്കണ്ട, രണ്ടും വ്രതം, ഞാൻ രണ്ടും എടുത്തുള്ള ഒരു അഭിമാനം കൂടിയായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കട്ടിയുള്ള ആഹാരം ഒരു നേരെ കഴിക്കുന്നുള്ളൂ, ഒരിക്കലൂടാണ് സ്വാമിക്ക്. എപ്പോ ഒരിക്കല്? രാവിലെ ഒരിക്കലും, ഉച്ചയ്ക്ക് ഒരിക്കലും, വൈകുന്നേരം ഒരിക്കലും. അങ്ങനെ ഒരിക്കലുള്ള ആൾക്കാർക്ക് ഏകാദശി നോക്കണം. എന്നാ അത് എടുക്കുമോ? അതും എടുക്കില്ല. ഇങ്ങനെ അത് പറഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാം പോണത് അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇനി ഏകാദശി എടുക്കുന്നതിന് തലേ ദിവസം പഴച്ചാറുകൾ, പഴമൊക്കെ കഴിച്ചിട്ട് ഉപവസിക്കണമെന്നുണ്ട്. തലേ ദിവസം പെട്ടെന്ന് ഒരു ദിവസം പട്ടിണി കിടക്കരുതെന്നുണ്ട്. അത് കഴിഞ്ഞ് പാരണ വീട്ടണമെങ്കിൽ ഭക്ഷണം കിട്ടാത്ത ആൾക്ക് കൊടുക്കണമെന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ഏകാദശി നോക്കുന്നവർ എത്ര പേരുണ്ടാവും? അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സർവ്വവ്രതങ്ങളും ഭക്തിയുടെ പേരിൽ നടമാടുന്ന പലതും ഉണ്ട്. തലേ ദിവസം വരെ 4 കാലം നടന്നിട്ട് പിറ്റേന്ന് വാള് കിട്ടിയാൽ വെളിച്ചപ്പാടായി, എന്നിട്ട് പ്രവചനം തുടങ്ങുകയായി. അതും നഷ്ടപ്പെട്ടു പോവുക. അല്ല, അത് ശരി, അതിന് റിസർച്ച് ചെയ്യൂ, വേണ്ടതല്ലേ? നമുക്ക് യൂണിവേഴ്സിറ്റി കേന്ദ്രമാക്കിക്കൊണ്ട് നമുക്ക് ഇതൊക്കെ എന്താണെന്നുള്ളത് അത് വേണം. വേണ്ടെന്ന് പറഞ്ഞില്ല, ഒരിക്കലും എന്തിക്കില്ല, ആരവരും എന്തിക്കില്ല, പിന്നെ നമ്മളെ എന്തിക്കുന്നത്? പക്ഷേ അത് ഒരിക്കലും പറഞ്ഞു, ഇപ്പോൾ ക്ഷേത്രത്തില് സിനിമാറ്റിക് ഡാൻസ് വേണ്ടേ, മിമിക്രി വേണ്ടേ, ഒപ്പന വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ക്ഷേത്രത്തിൽ വേണ്ടാന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. ക്ലബിന് നമ്മൾ തന്നെ പൈസ കൊടുക്കണം, വേണ്ടേ? ഒപ്പനയ്ക്കല്ല പറഞ്ഞു കേട്ടോ, ബാക്കിയുള്ളതിനൊക്കെ മറ്റ് ബാല കൊണ്ട് ക്ഷേത്രത്തിൽ എന്ത് നടത്തണം നമ്മൾ മനസ്സിലാവേണ്ട. അതേപോലെ ഭക്തിയുടെ പേരിൽ നടമാടുന്ന പലതും ഭക്തി അല്ല എന്നാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെതായ ഇപ്പോ ഭക്തിയുടെ പേരിൽ ഒരാൾ ചോദിച്ചു, ശബരിമലയ്ക്ക് മാലയിട്ട ഒരാൾക്ക് കാവി കൊണ്ടെടുത്തൂടെ എന്നൊരാൾ ചോദിച്ചതാ. അപ്പൊ കാവി എടുക്കേണ്ടവരെ എന്തെടുക്കും? അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ അധികം സന്യാസിമാരാണ്. അമ്പലത്തിക്ക് പോകണമെങ്കിൽ കാവി എന്താ നല്ലതാ? അമ്പലത്തിക്ക് പോണ സമയത്ത് കാവി വളരെ ശ്രേഷ്ഠമാണെന്ന് വിചാരിച്ചിരിക്കുന്നവരാ പലരും. ആണോ? എന്താ അഭിപ്രായം? അപ്പൊ ഓരോന്നിനും ഓരോ നിയമം വെച്ചത് അത് തിരിച്ചറിയാൻ കൂടിയാണ്. അപ്പോ അതിൻ്റെതായ വേഷങ്ങൾ, അതിൻ്റെതായ ലിംഗങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത്, ലിംഗം സൂചിപ്പിക്കുന്നത് അത് ഇന്ന വ്രതത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ അതിൻ്റെതായതിനെ പാലിക്കുമ്പോഴല്ലേ ഉണ്ടോ. യജ്ഞോപവീതം പരമം പവിത്രം എന്ന് പറഞ്ഞ് യജ്ഞോപവീതം ധരിച്ചു. അത് ബ്രാഹ്മണനെ സൂചിപ്പിക്കുന്നതാണ്. സൂചനയെ പിൻപറ്റിയിട്ട് അയാൾ ബ്രാഹ്മണനാണോ എന്നറിയുന്നത് ശമം ദമം തപസ്സും വേണം. കാഷായം എന്നുള്ളത് സന്യാസിയുടെ സ്ഥൂലമായ ഭാവമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അയാള് ആത്മാനുസന്ധാനം ചെയ്യുന്ന ആളാണോ എന്ന് അറിഞ്ഞാലേ അയാൾ സന്യാസിയല്ലോ. ആത്മാനുസന്ധാനം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ സന്യാസിയല്ല. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ വിധിവിധാനങ്ങളുണ്ട്. പക്ഷേ ബാഹ്യമായ ലിംഗങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ എന്നാ ചോദ്യം. അതുകൊണ്ട് ഭക്തൻ എന്ന പേരിൽ അയാള് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഭക്തിയുടെ പേരിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാവില്ലേ? അത് നല്ലതല്ല എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ. അതൊന്നും വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. വ്യക്തം. തലമുടി തലയിൽ വളരെ നല്ലതാണെങ്കിലും ചോറ്റുപാത്രത്തിൽ നല്ലതല്ല, അത്രേ പറഞ്ഞുള്ളൂ. എത്ര നീളം കൂടിയാലും അല്ലേ നല്ലതല്ലേ? ആണ്. എവിടെ? തലമുടി തലയിൽ. എത്ര നീളം ഉണ്ടായാലും വലിച്ചിട്ടും കഴിയുന്നില്ല. എവിടെ? ചോറ്റുപാത്രത്തിൽ.
എന്ത് നല്ലതാവും അത്. അപ്പോൾ ഓരോന്നും സ്ഥാനത്തെ ശോഭിക്കുന്നുള്ളൂ. സ്ഥാനം തെറ്റിയാൽ ഒന്നും ശോഭിക്കുന്നില്ല. അത്രേ പറഞ്ഞു അർത്ഥം. അല്ലാതെ ഒന്നും വേണ്ടെന്ന് പറയാം. എല്ലാം നമുക്ക് ഇല്ലേ ഗവേഷണ മനസ്ഥിതി നമുക്ക് വേണം. വേണ്ടെന്നല്ല പറയുന്നത് എല്ലാറ്റിനും. അതുപോലെ വെള്ളം കൊടുക്കണം. വിസ്കി ആയാൽ ഏറ്റവും നല്ലത് ദേവന് അല്ലേ? ഭക്തന്റെ പേരില്ല. ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്നത്, ഭക്തന്മാർ ഈ ചൂഷണം ചെയ്യപ്പെടുന്നത് രണ്ടും നിൽക്കണം. നമ്പൂരിയെ പൂജ ചെയ്യാൻ പാടുള്ളൂ. വേറെ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ജനങ്ങൾക്കൊക്കെ ആവശ്യം, നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ രണ്ട് ഭാഗവും വേണം. മനസ്സിലായില്ലേ? എല്ലാ മേഖലയിലും ഉണ്ട്. ഭക്തന്റെ മേഖലയിലാണ് നമ്മൾ പറയണത്. ജാതകമൊക്കെ വേറെ, ചൊവ്വാദോഷം ശനിദശയൊക്കെ വേറെ കിടക്കണം. പക്ഷെ ഇവിടെ ഭക്തന്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കാര്യസാധ്യ പുഷ്പാഞ്ജലി, ബൈക്കിന്റെ താക്കോൽ പൂജിക്കാൻ 51 രൂപ, കാറിന്റെ താക്കോലാണെങ്കിൽ 101. ഭക്തി. അതെ. 4,80,000 രൂപ ദക്ഷിണ. വരാത്ത തന്ത്രിക്ക് 40,000. 25,000 മുതൽ 40,000 തന്നെ വേണം. പറഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മൾ നാരദഭക്തി സൂത്രം പഠിക്കണം. ആര് അങ്ങനെ പറഞ്ഞത്? അവര് പഠിക്കില്ലെങ്കിൽ വേണ്ടാതെ നമ്മളെ ചൂഷണം ചെയ്യാൻ കിട്ടരുത്. അറിവില്ലായ്മ ചൂഷണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് അറിവില്ലായ്മ ചൂഷണം ചെയ്യപ്പെടുന്നത് ഒരു പരിധി വരെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ നാരദഭക്തി സൂത്രങ്ങളാകുന്ന 80-ലധികം സൂത്രങ്ങൾ, 84 സൂത്രങ്ങളെ കൊണ്ട് കഴിയണം. ആകെ കുറച്ചേ ഉള്ളൂ. 84 സൂത്രങ്ങളെ കൊണ്ട് ഭക്തിയുടെ പേരിൽ നടമാടുന്ന ചൂഷണങ്ങൾക്കെതിരെ അല്ലേ പ്രസംഗിക്കാനല്ല, അതിനെങ്കിലും നമുക്ക് കഴിഞ്ഞാൽ നന്നായി. ഇതൊന്നും ഭക്തിയാവില്ല. പരമപ്രേമ രൂപം ആരില്? സാത്തു അസ്മിൻ. എവിടെ? എന്നിൽ. എനിക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രേമം. ആരാണ് ഞാൻ? ആരാ ഞാൻ? ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ വിളിച്ചിട്ട് പറയും, അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നീയോ ഒന്നാടോ അല്ലേ? തത് ത്വം പദങ്ങൾക്ക് ശേഷം അസിശബ്ദം വന്നാൽ അത് നീ ആകുന്നു എന്ന് തന്നെയാണ് ആ മഹാവാക്യത്തിന്റെ അർത്ഥം. ഞാൻ എന്നെ അന്വേഷിച്ചിട്ടാണ് അമ്പലത്തിക്ക് പോണത്. എവിടേക്കാ പോണത്? ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഞാൻ പോയി നോക്കി. ആരെ അന്വേഷിച്ചിട്ട്? എന്നെ നോക്കിയിട്ട്. കാണുമോ? ഉള്ള കാലം നടന്നാൽ കാണും. ക്ഷേത്രത്തിൽ പോകണ്ടെന്ന് പറഞ്ഞില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചറിഞ്ഞ ഞാൻ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം അറിഞ്ഞ അമ്പരന്ന് പോയി. ഒക്കെ പോണം ഉള്ളു തീർത്ഥമാകാൻ. പക്ഷെ കാഞ്ഞിരക്കായും കൊണ്ട് ഏത് തീർത്ഥത്തിൽ പോയി മുങ്ങിയിട്ടും കാര്യമില്ല എന്നുള്ളത് ആത്മബോധത്തിൽ നമ്മൾ ഉപസംഹരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? കാഞ്ഞിരക്കായ കൊണ്ടുപോയിട്ട് എത്ര തീർത്ഥത്തിൽ മുക്കിയിട്ട് എന്ത് കാര്യം? അതിന്റെ കയ്പ് തീരുമെന്ന്. അതുകൊണ്ട് നാരദഭക്തി സൂത്രം പഠിച്ചിട്ട് ഒരു യാത്ര ചെയ്താൽ അല്ലേ, ഒരു തീർത്ഥയാത്ര ചെയ്താൽ എന്തായി തീരും? യാതൊരു സംശയവുമില്ല, നമ്മൾ തീർത്ഥമാകും, ഭക്തനാകും. ഇനി ഭക്തനായിട്ടില്ലേ എന്നാ പിന്നോട്ടാവൂല്ല. പഠിച്ചിട്ടാ പറഞ്ഞിട്ടോ, വായിച്ചിട്ടല്ല, കേട്ടിട്ടല്ല. ഒരാൾക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഭക്തി സൂത്രത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഏതായാലും നാരദഭക്തി സൂത്രങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ സൂത്രങ്ങളെ വേണമെങ്കിൽ നമുക്കൊന്ന് അല്ലേ നോക്കാം. വേണോ? നോക്കണമെന്ന് വേണം. ഏതാ തുടക്കം? കയ്യിലില്ല എല്ലാവരും സൂത്രങ്ങൾ. ഏതാ? അതാതോ ഭക്തിയെ വ്യാഖ്യാനിക്കാം എന്നാ പറയുന്നത്. ഭക്തി വ്യാഖ്യാസ്യാമ. നാം ഇതാ ഭക്തിയെ വ്യാഖ്യാനിക്കാം. ആരാത് പറയാ? ഞാനിതാ ഭക്തിയെ കുറിച്ച് പറയാൻ പോകണോ? ഞാൻ വ്യാഖ്യാനിക്കാൻ പോവാണ്. ആരാ പറയണത്? നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതൊരു തലക്കനേ, എന്താണ് ആ കേമം അല്ലേ?
എന്താ അറിയുന്നതിനോട് പറഞ്ഞു, അറിയുന്ന ആൾക്ക് പറഞ്ഞൂടെ? സ്വാനുഭവത്തിൽ നിന്ന് വന്ന വാക്യങ്ങളാണ്, അല്ലാതെ പഠിപ്പിക്കുകയല്ല. എന്താണ് ഭക്തി എന്നുള്ള ശരിക്കും ആ ഭക്തിയെക്കുറിച്ച് അറിയുന്ന നാരദര് ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരികയാണ്, ആനന്ദത്തിൽ നിന്ന് വരികയാണ് ആ ഭക്തി. ആ ഭക്തി, ആ അറിവ് എവിടെ നിന്നുണ്ടാവുക? അറിവ് എവിടെ നിന്നുണ്ടാവുക? ഏത് ഗുണത്തിൽ നിന്നാണ് അറിവുണ്ടാവുക? സത്വഗുണത്തിൽ നിന്നാണ് അറിവുണ്ടാവുന്നത്. സത്വഗുണം ആർജിച്ചാലേ അറിവുണ്ടാവുള്ളൂ. മോഹം ഉണ്ടാവുന്നത് ഏത് ഗുണത്തിൽ നിന്നാണ്? രജോ ഗുണത്തിന്റെ ഉൽപ്പന്നമാണേത്? മോഹം. മോഹത്തിൽ നിന്നാണ് ശോകം ഉണ്ടാവുന്നത്. ശോകത്തെയും മോഹത്തെയും തരണം ചെയ്യാൻ ആവശ്യം ഭക്തിയാണ്. അപ്പോൾ അതിന് അറിവ് വേണം. ഇനി തമസോ, തമോ ഗുണത്തിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? തമോ ഗുണത്തിൽ നിന്ന് അജ്ഞാനം, അറിവില്ലായ്മ, ആവരണം. അപ്പൊ തമോ ഗുണത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരാള് അജ്ഞാനിയായി കഴിഞ്ഞുകൂടുന്നു. തമോ ഗുണ ഗർത്തത്തിൽ നിന്ന് അയാൾ ഉയരത്തിലെത്തുമ്പോഴേക്ക് അയാൾ രജോ ഗുണത്തെ ആശ്രയിച്ചു. രജോ ഗുണത്തെ എത്തിക്കഴിഞ്ഞാൽ എന്തായി തീർന്നു? മോഹമുണ്ടായി. മോഹം പലപ്പോഴും ശോകത്തിന് കാരണം, പലപ്പോഴല്ല എന്തായാലും. കാരണം ഒരാൾക്ക് ദേഷ്യം പിടിച്ചാൽ, ദേഷ്യം വന്നു വിചാരിക്കുക, അടുത്തത് എന്താ വരിക? ദേഷ്യം പിടിച്ച ഒരാൾക്ക് ഉറപ്പാണ് കുറച്ച് കഴിയുമ്പോഴേക്ക് അയാൾ ദുഃഖത്തിന് കാരണമായി തീരും. മോഹം എപ്പോഴും ദുഃഖത്തിൽ കലാശിക്കും. അപ്പൊ ദേഷ്യപ്പെടുമ്പോഴൊക്കെ വിചാരിച്ചാൽ മതി, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ദുഃഖിക്കേണ്ടി വരും. അധികം താമസിയാതെ അയാൾ വരും. എന്താ ഇനി ആ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതി വിഭ്രമ. എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കരുതാത്തത് എന്നറിയാതാവും, തിരിച്ചറിവില്ലാതാവും. അതായത് ആത്മാനാത്മ വിവേകം നടക്കാത്ത കാര്യത്തിനെയാണ് നമ്മൾ ഏത് പറയുന്നത്? മോഹം എന്ന് പറയുന്നത്, മൂഢൻ എന്ന് പറയുന്നത്. മൂഢചിത്തത്തോടു കൂടിയ ഒരാള് എപ്പോഴും എന്തായിത്തീരും? മോഹിക്കപ്പെടുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവില്ലാത്ത ആള്, ആത്മാനാത്മ വിവേകം ചെയ്യാൻ കഴിയാത്ത ഒരാളായി തീരും. ആത്മാവേത് അനാത്മാവേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്. അപ്പോൾ ഈ ഗുണങ്ങൾക്ക് അതീതനായ ആള്, ഇപ്പൊ സത്വഗുണത്തെ ആശ്രയിച്ചാൽ എന്തായി തീരും? അറിവുണ്ടാവും. പക്ഷെ അറിവും ഉണ്ടാവുമെന്ന് മാത്രമല്ല, അതിനെയും അതിക്രമിക്കണം. ഭക്തി കൊണ്ട് അതിനെ അതിക്രമിക്കണം. അങ്ങനെ അതിക്രമിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഏത് ഗുണത്തെയും അയാൾ യഥേഷ്ടം അയാൾ സഞ്ചരിക്കുകയാണ്. നാരദരുടെ പണി എന്താണ്? അടങ്ങിയിരിക്കുക. എന്താ പറയണത്? വീണയും വീട്ടി അങ്ങനെ പോവല്ലേ. എല്ലാവരെയും ആനന്ദപുളകിതരാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ആള്. ഒരു അനുഗ്രഹമാണ്, ശാപമല്ല കേട്ടോ. ശാപം എന്നൊക്കെ പറഞ്ഞാലും ഏതായാലും അനുഗ്രഹമാണ്. എന്ത്? ഭക്തിയെ വിതരണം ചെയ്തുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്താണ്? ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ല. ഈ ശാപത്തെ അവഗണിച്ചുകൊണ്ടാണ് കയാധുവിന്റെ അടുത്ത് കൂടിയത് ആശ്രമത്തിൽ. അത് ഭക്തോത്തമനായ പ്രഹ്ലാദന് വേണ്ടിയുമായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഭക്തൻ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആനന്ദചിത്തനായ ഒരാള് തൻ്റെ ഉള്ളിലുള്ള അനുഭവത്തെ സ്വാഭാവികമായി അത് പുറമേക്ക് അങ്ങനെ ഒഴുകുകയാണ്. ആ ഒഴുകുന്നതിൽ പറയാം, ഞാൻ ഇതപ്പം പറയാം. അവിടെ നമ്മൾ അഹങ്കാരമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. അറിയുന്ന ആൾക്ക് പറയാം. അറിയാത്ത ആള്, അറിയുന്ന ആള് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അറിയാത്ത കാര്യം അറിയുമെന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലേ? നമ്മളൊക്കെ ഭൗതികതയോടുകൂടി പറയില്ലേ, എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞൂടെ. അറിയാത്ത കാര്യം, അറിയുന്ന കാര്യം അറിയില്ല കേട്ടോ എന്ന് പറയുന്നതും തെറ്റ്. അത് വലിയ ഭൗതികതയായിട്ട് നമ്മൾ അറിയാത്തത് അറിയില്ല എന്നും അറിയുന്നത് അറിയുമെന്ന് പറയുന്നതാണ് ശരിയായ ഭാവം. എങ്കിൽ അറിവുള്ളവര് അത് മറ്റുള്ളവരെ പുകഴ്ത്തുന്നത് പോലെ തന്നെ തന്നെയും പുകഴ്ത്തും. എന്തുകൊണ്ട്? ഞാൻ ശരീരമല്ല അറിയുന്നതുകൊണ്ട്. മറ്റുള്ളവർ ചെയ്തത് നല്ലതാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ, താൻ ചെയ്തത് നല്ലതാണെങ്കിൽ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ എങ്ങനെ അയാൾ പുകഴ്ത്തിയോ അതേപോലെ തന്നെയും പുകഴ്ത്തും. മനസ്സിലായില്ല? മറ്റുള്ളവരെ അയാൾ ചെയ്ത ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ചെയ്ത തെറ്റിനും അയാൾ ശരിയല്ല എന്ന് പറയും. എവിടെ? വിട്ടുനിന്ന് വീട്ടിക്കും. കാരണം അവിടെ ഞാനെന്നോ നീ എന്നോ ഭേദമില്ലാത്തത് കൊണ്ട്. അങ്ങനെയുള്ള ഭക്തിയുടെ ഭാവത്തിൽ നിന്ന്